സംസ്ഥാനത്ത് വീണ്ടും വെർച്വൽ അറസ്റ്റ് വഴി തട്ടിപ്പ് നടന്നു എന്ന വാർത്ത വരുന്നു. സൈബർ തട്ടിപ്പ് സംഘം കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് 9 ലക്ഷത്തോളം രൂപയാണ്. മുംബൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, നമ്മളൊരു ഫോൺ ചെയ്യാനെടുത്താൽ പോലും ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുത് എന്നുള്ള അവബോധമുണ്ടാക്കുന്നതിന്, ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനുള്ള സന്ദേശങ്ങളാണ്. പക്ഷേ എന്നിട്ട് വീണ്ടും അത് ഒന്നും രണ്ടുമല്ല, 9 ലക്ഷം രൂപ. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വിർച്വൽ അറസ്റ്റും അതുവഴിയുള്ള തട്ടിപ്പും വ്യാപകമാവുന്നു. അതിനെതിരെ വളരെ വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും നടക്കുന്നുണ്ട്. സ്മിത സൂചിപ്പിച്ചതുപോലെ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ലഭിക്കുന്നത്. അത്തരം ബോധവൽക്കരണമൊക്കെ നടക്കുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായിട്ടുള്ള ചാപ്പുണ്ണി നമ്പ്യാരിൽ നിന്നും ഇത്തരത്തിൽ പണം അപഹരിച്ചു എന്നുള്ള ആ വാർത്ത വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. മുംബൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോൺ കോൾ വന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കൂടുതൽ വിശദാംശങ്ങൾ തേടുകയും ഒടുവിൽ ഈ ബാങ്കിൻ്റെ രേഖകൾ ചാപ്പുണ്ണി നമ്പ്യാരിൽ നിന്ന് ഇവർ കൈക്കലാക്കുകയും ചെയ്തു. ഈ ചാപ്പുണ്ണി നമ്പ്യാർ നേരത്തെ മുംബൈയിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ആ കാലയളവിൽ മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തരണം എന്നുമാണ് ആവശ്യപ്പെട്ടത്. അതേ അടിസ്ഥാനത്തിൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് രേഖകൾ അവർ കൈക്കലാക്കി. അങ്ങനെയാണ് 8,80,000 രൂപ ഈ സംഘം കൈക്കലാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എലത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെലങ്കാന ഭാഗത്തുള്ള 3 അക്കൗണ്ടുകളിലേക്കാണ് ഈ 9 ലക്ഷത്തോളം രൂപ പോയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമാവുന്നു. പോലീസും അതുപോലെ തന്നെ മറ്റുമൊക്കെ അന്വേഷണം നടക്കുമ്പോഴും ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ എലത്തൂർ പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. സ്മിത. ശരി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു.